ഇന്ന് ഞാൻ ചരങ്ങ വെച്ചിട്ട് ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കേരള സ്റ്റൈൽ നല്ലൊരു അടിപൊളി സാമ്പാർ കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലിതിന് ചരങ്ങ എന്ന് പറയും, ചില നാട്ടിൽ ചരക്ക പറയും. എല്ലാവരുടെ നാട്ടിലെ പേര് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നമ്മുടെ സിച്ചു വ്ളോഗിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പകുതി ചരങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചരങ്ങ, പച്ചമുളക്, തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു പഴുത്ത മുളകും ഇരിക്കട്ടെ. നമ്മുടെ ചരങ്ങൻ്റെ കുരുവിന് അധികം മൂപ്പില്ലെങ്കിൽ ഞാനത് കറിൻ്റെ കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. നമ്മുടെ സാമ്പാറിലേക്ക് ഒരു മസാല വറവ് നമുക്ക് തയ്യാറാക്കാം. അതിന് ഒരു 3 ടീസ്പൂണ് പച്ചമല്ലി, ചെറിയ ജീരകം 1 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണ് ഉലുവ, പിന്നീട് നമുക്ക് ഉണക്കമുളക്. അപ്പോൾ അത് നന്നായിട്ട് വറുത്തിട്ട് പൊടിക്കണം കേട്ടോ. നമ്മുടെ സാമ്പാറിന് രുചി കൂട്ടുന്ന പൗഡറൊക്കെ ഇവിടെ തയ്യാറായി. ഇനി ഇത് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കലക്കി വെക്കാം. നമ്മുടെ പരിപ്പെല്ലാം തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളുള്ളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെട്ടി മുറിച്ച കഷ്ണങ്ങളും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വെന്ത് വരട്ടെ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര വിധം സാമ്പാറുകളാണ് അല്ലേ? അതിലൊരെണ്ണം മാത്രമാണ് അത് കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങി. ഇനി നമ്മുടെ സാമ്പാർ പൊടിയിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇവിടുന്ന് വിട്ടുപോയാൽ പല രുചിയുള്ള സാമ്പാറുകളാണ് കേട്ടോ.